നമുക്ക് അലീനയുടെയും മനുഷ്യങ്ങളുടെയും നാളത്തെ നല്ലൊരു കഥ കേട്ടാലോ? അതിനു മുമ്പായി ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്താനും മറക്കരുത് കേട്ടോ. അപ്പോൾ ഒരു യാത്രയിലായതുകൊണ്ട് ചിലപ്പോൾ കുറച്ച് ലേറ്റ് ആയിട്ടായിരിക്കും ഇവിടെ വീഡിയോസ് വരുന്നത്. അപ്പോൾ എല്ലാവരും മറക്കാതെ കയറി കാണാൻ ശ്രമിക്കണേ. അങ്ങനെ നാളത്തെ കഥയിൽ കിട്ടിയ അവസരം മുതലാക്കാനായിട്ട് ശിവശങ്കരൻ രാജീവനും ഒക്കെ തീരുമാനിക്കുന്നത് വൈജയന്തി ഹോസ്പിറ്റലാണ്. സ്വന്തം പെങ്ങള് ഹോസ്പിറ്റലിൽ കിടക്കുന്ന സമയത്തും അലീനയെ എങ്ങനെ വീട്ടിൽ നിന്ന് അടിച്ചിറക്കാം എന്നതായിരുന്നു അവരുടെ ചിന്ത. ശിവശങ്കരൻ രാജീവനും കൂടി ആലോചിച്ചു. അവരുടെ മനസ്സിൽ ചില പ്ലാനുകളും പദ്ധതികളും ഒക്കെ ഉണ്ടായി. ഒരുപക്ഷെ ആഗ്രയിലെ കഥകളും കാര്യങ്ങളൊക്കെ മനുവിന് അറിയാവോന്നറിയില്ല. അങ്ങനെയാണെങ്കിൽ അപകടമാണ്. അതിനേക്കാളുപരി വൈജയന്തി ഹോസ്പിറ്റലിൽ കിടക്കുന്ന സമയത്ത് ബാലേന്ദ്രൻ വീട്ടിലില്ല. ഇപ്പോഴാണ് അലീനെ അവിടുന്ന് അടിച്ചിറക്കാൻ പറ്റിയ സമയം. രാജീവൻ അത് പറയുകയും ചെയ്തു. ഒരു കാര്യം ചെയ്യാം, നമുക്ക് അങ്ങനെയാണെങ്കിൽ അവളെ ആ വീട്ടിൽ നിന്ന് അടിച്ചു പുറത്താക്കാം. അല്ല, ഈ അവസരത്തിൽ നമ്മൾ എങ്ങനെയാ പോണേന്ന് ചോദിക്കണം. നമ്മൾ പോകേണ്ട കാര്യമില്ലല്ലോ. അവിടെ രോഹിത്തുണ്ട്, ബബിതയുണ്ട്. പോരാത്തേന് കൊല്ലപ്പള്ളി വീട്ടില് കമലയും അവനൊക്കെ ഉണ്ടല്ലോ. പിന്നെ എന്താ പ്രശ്നം? ഹരിശങ്കറും കമലയും കൂടെ ചെന്നോളും. ഒരു കാര്യം ചെയ്യാം, ഞാൻ ഇപ്പം തന്നെ വിളിക്കാമെന്ന് പറയാണ്. കുറച്ച് കഴിഞ്ഞപ്പോൾ ശിവശങ്കരൻ കമലയെ വിളിക്കുകയാണ്. കമലയെ വിളിച്ചിട്ട് കമലയോട് കാര്യങ്ങൾ പറയാണ്. നമുക്കായിട്ട് ദൈവം ഒരു അവസരം തന്നിരിക്കുക. ഈ അവസരം നമ്മൾ നന്നായിട്ട് വിനിയോഗിക്കണം എന്ന് പറയാ. കമല പറഞ്ഞു, എന്താ ശിവേട്ടാ, നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചു. എന്താന്നോ എടി, ഇപ്പം ചെന്ന അലീനെ അവിടുന്ന് വലിച്ചു പുറത്തിടണം. ഒരു കാരണവശാലും അവളിനെ ആ വീട്ടിൽ കാണാൻ പാടില്ല. അവളുടെ വസ്തുവകളെല്ലാം എടുത്തെറിഞ്ഞേക്കണം. അവൾ എങ്ങോട്ട് വേണേലും പോയിക്കോട്ടെ. ബാലേന്ദ്രൻ ഇപ്പം ഹോസ്പിറ്റലിൽ നിന്ന് വരാനൊന്നും പോകുന്നില്ല. അതുകൊണ്ട് ആ കാര്യത്തിൽ ഒരു പേടിയും വേണ്ട. അല്ല ശിവേട്ട, അത് പിന്നെ കൃഷ്ണ അവിടെ ഇല്ലേ? അവളെ എന്തേലും പറഞ്ഞ് ഒതുക്കി നിർത്തിയാൽ മതി. നീ ഹരിയേയും കൂട്ടി ഇപ്പം തന്നെ പോയിക്കോ. ഇനി ഇതുപോലൊരു അവസരം കിട്ടിയെന്ന് വരത്തില്ല. വൈജയ്ക്ക് ഇങ്ങനെ അപകടം ഉണ്ടാകാൻ കാരണം അവൾ ഒറ്റ ഒരുത്തിയാണ്. അവൾ കാരണം ഈ പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കുന്നത്. അവളെ അതുകൊണ്ട് എത്രയും പെട്ടെന്ന് തന്നെ അടിച്ചു പുറത്താക്കണമെന്ന് പറയണം. ഇത് കേൾക്കാൻ വേണ്ടി കാത്തിരിക്കുമല്ലേ കമല എന്ത് ചെയ്തു? പോയി സൗദാമി മുത്തശ്ശിയോട് പറഞ്ഞു, അതെ കടപ്പാട്ടി വീട്ടിലൊന്ന് പോയിട്ട് വരട്ടെ, അവിടെ പിള്ളേര് തന്നെയല്ലേ ഉള്ളെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇറങ്ങുവാണ്. അലീനെ അടിച്ചു പുറത്താക്കാൻ പോകാന്നുള്ള കാര്യം പറഞ്ഞില്ല. പറഞ്ഞിട്ടുണ്ടെങ്കിൽ മുത്തശ്ശി എന്തേലും പറഞ്ഞാലോ എന്ന് വിചാരിച്ചിട്ടാണ് അങ്ങനെയൊക്കെ പറയാതിരുന്നേ. പിന്നീട് ഹരിശങ്കറിനോട് ഇന്ന് കാര്യം പറഞ്ഞു. ഹരിശങ്കറിനാണെങ്കിലോ പൂർണ്ണ സമ്മതം. ഇങ്ങനൊരു അവസരത്തിന് വേണ്ടി കാത്തിരിക്കുമല്ലേ. തൻ്റെ കാരണം അടിച്ചു പൊട്ടിച്ചവൾ അവള്. അപ്പം അവളെ വെറുതെ വിട്ടുകൂടാ എന്നൊരു ചിന്തയായിരുന്നു ഹരിശങ്കറിന്റെ മനസ്സിലുണ്ടായിരുന്നേ. അങ്ങനെ അപ്പം തന്നെ ഹരിശങ്കർ ബൈക്ക് എടുത്തു. അമ്മ കയറിക്കോളാൻ പറയണം. കമലയും കൂട്ടിക്കൊണ്ട് നേരെ കടപ്പാട്ട് വീട്ടിലേക്ക് പോരുക. ഈ സമയത്ത് കൃഷ്ണമോൾക്ക് ഭയങ്കര ടെൻഷനായിരുന്നു. കൃഷ്ണമോൾ അലീനയോട് പറഞ്ഞു, ചേച്ചി എനിക്ക് അമ്മയെ കാണാൻ പോകണമെന്നുണ്ടെന്ന് പറയണം. സാരമില്ല, ഇപ്പം അങ്ങോട്ട് ഹോസ്പിറ്റലിലേക്ക് ചെന്നാലും ആരെയും കാണിക്കില്ലെന്നല്ലേ പറഞ്ഞത്. കൃഷ്ണമോളുടെ വിഷമം അലീനയ്ക്ക് മനസ്സിലാവുന്നുണ്ട്. അതുപോലെ തന്നെ അലീനയുടെ മനസ്സിൽ എത്രമാത്രം വേദനയുണ്ടെന്ന് കൃഷ്ണയ്ക്കും അറിയായിരുന്നു. സ്വന്തം അമ്മയാണ്. പക്ഷേ ഇവിടെ ആർക്കും അറിയത്തില്ലെങ്കിൽ തനിക്കും അച്ഛനൊക്കെ അറിയാം. അലീന ചേച്ചി ഉള്ളിലുകൊണ്ട് നന്നായിട്ട് വേദനിക്കുന്നുണ്ട്. രോഹിത്തിനും ഭവിതയ്ക്കും ഒക്കെ നല്ല ദേഷ്യമായിരുന്നു. രോഹിത്തും ഭവിതയും ഒക്കെ ആണെങ്കിൽ അലീനയെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുക. നീ ഒറ്റയൊരുത്തി ഈ വീട്ടിലേക്ക് വന്നതിന് ശേഷം ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായത്. എൻ്റെ അമ്മയ്ക്ക് എന്തെങ്കിലും സംഭവിച്ചാണ്ടല്ലോ, നിന്നെ ഒന്നും ഞാൻ വെറുതെ വിടാൻ പോകുന്നില്ലെന്നും പറഞ്ഞുകൊണ്ട് ദേഷ്യപ്പെടുവാണ്. പക്ഷെ അലീന ഒന്നും മൈൻഡാക്കാൻ പോയില്ല. അലീനയ്ക്കറിയാം തൻ്റെ സഹോദരനും സഹോദരിയാണ്. അവരെന്ത് വേണേലും പറഞ്ഞോട്ടെ. ഇപ്പം അതൊന്നും അല്ല പ്രധാനം. തൻ്റെ അമ്മ എത്രയും പെട്ടെന്ന് ജീവിതത്തിലേക്ക് മടങ്ങി വരണം എന്നൊരു ചിന്തയായിരുന്നു. കുറച്ചേരം കഴിഞ്ഞപ്പോൾ വീണ്ടും അലീന ബാലേന്ദ്രനെ വിളിക്കുകയാണ്. ബാലേന്ദ്രൻ പറഞ്ഞു, മോളെ ഇവിടെ എന്തെങ്കിലും പുരോഗമനം ഉണ്ടാകണമെങ്കിൽ ഞാൻ അങ്ങോട്ടേക്ക് വിളിച്ചോളാം. മോള് ധൈര്യമായിട്ട് അവിടെ ഇരിക്കുക എന്നൊക്കെ പറയാണ്. അങ്ങനെ അലീനയെ പറഞ്ഞൊന്ന് സമാധാനിപ്പിച്ചു. കുറച്ചേരം കഴിഞ്ഞപ്പോൾ ഹരിശങ്കറും കമലയും കൂടെ അങ്ങോട്ട് വരുവാണ്. അങ്ങനെ അവരിങ്ങോട്ട് കയറി വരുമ്പോൾ ബബിതയൊക്കെ അവിടെ കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ബബിതയും രോഹിത്തും കൂടെ ഇറങ്ങിച്ചെന്നു. കഴിഞ്ഞപ്പോഴത്തേനും ബബിതയോട് പറഞ്ഞു, അവൾ എന്തേന്ന് ചോദിക്കുക. അവൾ മുറിയിലുണ്ട്. രോഹിത്തിനെ വിളിച്ചിട്ട് കാര്യങ്ങളൊക്കെ സംസാരിക്കുകയാണ്. എടാ, ഈ അവസരം നമ്മൾ മാക്സിമം വിനിയോഗിക്കണം. അവളുടെ മുറി പോയി ആ സാധനങ്ങളൊക്കെ എടുത്ത് പുറത്തേക്കിട. അവളെ ഇപ്പം തന്നെ ഈ വീട്ടിൽ നിന്ന് ഇറക്കി വരണമെന്ന് പറയണം. ഇത് കേട്ടപ്പോൾ ബബിത പറഞ്ഞു, അല്ല പ്രശ്നമാവോ? എന്ത് പ്രശ്നമാവാനായിട്ട്? ബാലേന്ദ്രൻ ഹോസ്പിറ്റലല്ലേ, അതുകൊണ്ട് പ്രശ്നമൊന്നും ആവാൻ പോകുന്നില്ല. നിങ്ങൾ ധൈര്യമായിട്ടിരിക്കാനൊക്കെ പറഞ്ഞു. അങ്ങനെ പോയിട്ട് ആദ്യം ഹരിശങ്കറാണ് മുറിയിലേക്ക് എഴുന്നേ. ആ സമയത്ത് അലീന മുറിയിലല്ലായിരുന്നു. അലീന അടുക്കളയിലായിരുന്നു. ഹരിശങ്കർ മുറിയിലേക്ക് ചെന്നു. ബബിതയും കൂടെ കൂടി ചെന്ന് അലീനയുടെ ബാഗ് കാണിച്ചു കൊടുത്തു. ആ ബാഗെല്ലാം കൂടെ കൊണ്ടുവന്ന് മുറ്റത്തേക്ക് എറിയുവാണ്. കൃഷ്ണമോൾ ഇത് കാണുന്നുണ്ടായിരുന്നില്ല. ഇത്തിരി കഴിഞ്ഞപ്പോഴാണ് ഒച്ചപാടും വേളം കേട്ട് കൃഷ്ണമോൾ ഇറങ്ങി വന്നു കഴിഞ്ഞപ്പോഴത്തേനും ബാഗൊക്കെ കൊടുത്ത് എടുത്തുകൊണ്ട് പുറത്തേക്ക് ഇടുന്ന കാഴ്ച കാണുന്നേ. കൃഷ്ണ ചോദിച്ചു, ഇതെന്താ നിങ്ങൾ കാണിക്കണം എന്നൊക്കെ ചോദിക്കണം. അത് കേട്ടപ്പോൾ രോഹിത് പറഞ്ഞു, നീ മിണ്ടാതെ അവിടെ ഇരുന്നാൽ മതി. പറഞ്ഞ കേട്ടല്ലോ, ഞങ്ങൾക്ക് ഇഷ്ടമുള്ള ഞങ്ങൾ ചെയ്യും. അതുകൊണ്ട് നീ കൂടുതൽ കിടന്ന്
കളിക്കണ്ട, പറയുന്ന അനുസരിച്ചാൽ മതി. അമ്മയ്ക്ക് ആക്സിഡന്റ് ഉണ്ടാകാൻ കാരണം അവൾ ഒറ്റ ഒരുത്തിയാ. എന്നിട്ടോ ഇപ്പോഴും അവൾക്ക് കൂറ അവളോടാണ്, അലീനയോട്. മിണ്ടരുത് നീ എന്ന് പറഞ്ഞു. ഇത് കേട്ടപ്പോൾ കൃഷ്ണ പറഞ്ഞതേ ഇങ്ങനെയൊന്നും ചെയ്യാൻ പറ്റില്ല എന്ന് പറയണ. പറ്റില്ലാന്നോ? കൂടുതൽ കളിച്ചിട്ടുണ്ടല്ലോ, ഞാൻ എന്താ ചെയ്യാൻ പോകുന്നത് എനിക്ക് പോലും അറിയത്തില്ലെന്ന് രോഹിത് പറഞ്ഞു. കമല ആ സമയത്ത് അവിടുന്ന് നേരെ അലീനയുടെ അടുത്തേക്ക് ഇല്ലണം. അലീനയോട് പറഞ്ഞു, നീ ഇപ്പം തന്നെ ഇവിടുന്ന് പോയിക്കോളെന്ന് പറയണം. അലീന പറഞ്ഞു, എങ്ങോട്ടാണെങ്കിലും കുഴപ്പമില്ല, ഇപ്പം ഈ നിമിഷം തന്നെ ഇവിടുന്ന് ഇറങ്ങണമെന്ന് പറയണം. ഇത് കേട്ടപ്പോൾ അലീന പറഞ്ഞു, പറ്റില്ലാന്നോ? നിനക്ക് ഇത്രയ്ക്ക് അഹങ്കാരമോ? അതെ, എന്നെ ഇവിടെ കൊണ്ടുവന്ന് അച്ഛനാണ്. അച്ഛൻ പറയാൻ ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങില്ല എന്ന് പറയാം. പിന്നെ നീയും നിന്റെ ഒരു അച്ഛനും വന്നിരിക്കുന്നു. നീ ഒരു അവിഹിത സന്ധതി വീട്ടിലേക്ക് വന്നതിന് ശേഷം വൈജയ്ക്ക് ആക്സിഡന്റ് സംഭവിച്ചേ. ഇവിടെ എന്തൊക്കെ പ്രശ്നങ്ങളോ ഉണ്ടായിരിക്കുന്നേ. നിന്നെ അങ്ങനെ വെറുതെ വിടുമെന്ന് നീ കരുതിയോ? ഇറങ്ങി പോടി ഇവിടെ നിന്നൊക്കെ പറയണം. അലീനെ പോകാൻ കൂട്ടാക്കില്ല. അപ്പോഴേക്കും കൃഷ്ണമോള് വന്നിട്ട് പറഞ്ഞു, അത് പറ്റില്ല, അലീന ചേച്ചി ഇവിടുന്ന് പറഞ്ഞു വിടാൻ പറ്റില്ല. കൃഷ്ണയ്ക്ക് കാര്യങ്ങളൊക്കെ അറിയാലോ, വൈജയുടെ മോളാന്ന് അലീന എന്നുള്ള കാര്യം. പറ്റില്ല എന്ന് പറഞ്ഞാൽ പറ്റില്ല എന്ന് പറഞ്ഞ് കൃഷ്ണ അവിടെ ഇരിക്കുകയാണ്. അലീന ചേച്ചി അങ്ങോട്ട് പോയിക്കോ, അലീന ചേച്ചി ഇവിടുന്ന് ആരും പറഞ്ഞു വിടില്ല എന്ന് പറയണം. ആ സമയത്ത് കമലയ്ക്ക് ദേഷ്യമായി. കമല പറഞ്ഞു, കൃഷ്ണേ നീ വെറുതെ വാശി പിടിക്കണ്ട. അപ്പോഴേക്കും രോഹിത് പറഞ്ഞു, നീ എന്താടി കാണിക്കണേ? പറയും നിങ്ങൾ അനുസരിച്ചാൽ മതി. ഇതേ രോഹിത്തേട്ടാ, അച്ഛനെങ്ങാനും അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് വലിയ പ്രശ്നവും, നിങ്ങൾ ഉദ്ദേശിച്ച പോലെ ഒന്നും കാര്യങ്ങൾ നിൽക്കില്ല എന്ന് പറയണം. ആ സമയത്ത് രോഹിത് പറഞ്ഞു, അവളെ എന്ത് ചെയ്യണമെന്ന് എനിക്കറിയാം, അവൾ ഇവിടുന്ന് വലിച്ചു പുറത്ത് എടുക്കാനായിട്ട് എനിക്കറിയാമെന്ന് പറയാം. ഇനിയിപ്പം ഹരിശങ്കറും കമലയൊക്കെ അവിടുന്ന് കൊല്ലപ്പള്ളി വീട്ടിൽ നിന്ന് വന്ന് അവളെ ഇറക്കി വിട്ടാലേ പ്രശ്നമുള്ളൂ. ഞാൻ തന്നെ അങ്ങ് ചെല്ലാം, ഞാൻ ഈ വീട്ടിലുള്ള അംഗമാണല്ലോ. അപ്പം അതുകൊണ്ട് എനിക്ക് ധൈര്യമായിട്ട് അവളെ പിടിച്ചു പുറത്താക്കാമെന്ന് പറഞ്ഞുകൊണ്ട് രോഹിത് അങ്ങോട്ട് ചെന്നു. രോഹിത് എന്നപ്പം അലീന അടുക്കളയിൽ തന്നെ നിൽക്കുകയാണ്. ഇടി മര്യാദയ്ക്ക് ഇറങ്ങിപ്പോയിക്കോളാൻ പറയണം. അത് കേട്ട് കഴിഞ്ഞപ്പം അലീന പറഞ്ഞില്ല, ഞാൻ പോകത്തില്ല എന്ന് പറയണം. നിന്നോടാ പോകാൻ പറഞ്ഞേ. ഇത് രോഹിത്തെ, വെറുതെ നീ പ്രശ്നം ഉണ്ടാക്കരുത്. അച്ഛൻ വന്നു കഴിഞ്ഞാൽ എന്താവും അറിയാലോ. നീയും നിന്റെ അച്ഛനും വന്നിരിക്കുന്നു. ഇവിടെ കാര്യങ്ങളിപ്പം ഞങ്ങളാ തീരുമാനിക്കുന്നത്. അമ്മ ഹോസ്പിറ്റലാകണം, നീ ഒറ്റ ഒരുത്തിയാന്ന് പറയണം. ഇത് പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേനും അലീന പറഞ്ഞു, വെറുതെ പ്രശ്നം ഉണ്ടാക്കണം വേണ്ട എന്ന് തീരുമാനിച്ചോളാന്ന് പറഞ്ഞുകൊണ്ട് അലീനയുടെ കയ്യെല്ലാം കൂടി വലിക്കാൻ അങ്ങ് ചെല്ലുവാണ്. അലീന കാര്യം മനസ്സിലായി അലീനയ്ക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. കാരണം തൻ്റെ ദേഹത്ത് തൊട്ടിട്ടുണ്ടെങ്കിൽ വെറുതെ വിടലെന്ന് അലീനയ്ക്ക് മനസ്സിലായി. അലീനയ്ക്ക് തോന്നുവാണ്, കാരണം മുമ്പ് ഇതുപോലെ ദേഹത്തോട്ട് അവൻ കളിച്ചാണ്. പക്ഷേങ്കിൽ ഇന്ന് അതുപോലെ അല്ലാന്നും വിചാരിച്ചിട്ട് അലീന പെട്ടെന്ന് അവിടെ ഒരു കുപ്പി ഇരിപ്പുണ്ട്, അത് പൊട്ടിച്ചിട്ട് അവൻ്റെ നേരെ ചൂണ്ടിയിട്ട് പറഞ്ഞു, എൻ്റെ അടുത്തേക്ക് എങ്ങാനും വന്നിട്ടുണ്ടെങ്കിൽ ഇത് ഞാൻ കുത്തിക്കയറ്റു എന്ന് പറയണു. ഒരു നിമിഷം രോഹിത് ഞെട്ടിപ്പോയി. ഇതിനു മുമ്പ് ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ട്. ദൈവമേ, ഇനി അങ്ങനെ എന്തെങ്കിലും ഉണ്ടാവുന്ന രോഹിത് ഒരടി പിന്നോട്ട് വെക്കുവാണ്. ഇവളുടെ അടുത്ത് കളിക്കുന്നത് സൂക്ഷിച്ചു വേണം. ഇതിനു മുമ്പുണ്ടായപ്പം ഉള്ള അനുഭവം അറിയാലോ. ഈ സമയം അലീന പറഞ്ഞു, വാടാ നീ എൻ്റെ അടുത്തേക്ക് വാ, എന്താടാ നിനക്ക് എന്നെ പിടിച്ച് പുറത്താക്കണ്ടേന്ന് ചോദിച്ചു. അപ്പോഴേക്കും കൃഷ്ണമോളൊക്കെ അങ്ങോട്ട് ഓടി വന്നു. കൃഷ്ണമോൾ അലീന ചേച്ചിന്ന് വിളിച്ച് ഓടി അങ്ങ് ചെല്ലുവാണ്. ചേച്ചി എന്താ കാണിക്കണേ? കമലെ അതുപോലെ തന്നെ ഹരിശങ്കറൊക്കെ വന്നിട്ട് അന്തം വിട്ട് നിൽക്കുകയാണ്. അവർക്കും മനസ്സിലായി അത്ര പെട്ടെന്നൊന്നും അലീനെ അവിടുന്ന് പുറത്താക്കാൻ പറ്റില്ലെന്ന്. അലീന ഒരേ ഒരു കാര്യം മാത്രമേ പറഞ്ഞുള്ളൂ, എൻ്റെ അടുത്തേക്ക് ആരെങ്കിലും വന്ന് എൻ്റെ ദേഹത്തോട്ട് ഇവിടുന്ന് പിടിച്ച് പുറത്താക്കാൻ നോക്കിയിട്ടുണ്ടെങ്കിൽ പിന്നെ എന്താ സംഭവിക്കുന്നതെന്ന് നിങ്ങൾക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ല എന്ന് പറഞ്ഞു. എല്ലാവരും ഒരു നിമിഷം ഭയന്നു പോയി. അങ്ങനെ അവളെ അവിടുന്ന് പിടിച്ച് പുറത്താക്കാമെന്ന് ഉദ്ദേശത്തോടെ വന്നവർക്ക് ഒന്നും ചെയ്യാൻ പറ്റാതായി. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനും കൃഷ്ണമോള് ബാലേന്ദ്രനെ വിളിക്കുവാണ്. ബാലേന്ദ്രനെ വിളിച്ചിട്ട് ബാലേന്ദ്രനോട് കാര്യം പറയാ. കൃഷ്ണമോൾക്ക് വിളിക്കാതിരിക്കാൻ പറ്റില്ല ബാലേന്ദ്രനെ. അപ്പോഴേക്കും ബാലേന്ദ്രൻ പറഞ്ഞു, മോള് വിഷമിക്കണ്ട, ഞാൻ അങ്ങോട്ടേക്ക് വന്നോളാന്ന് പറയണം. ബാലേന്ദ്രന്റെ വൈജയന്ത് ഹോസ്പിറ്റലാണ്. പക്ഷേങ്കിൽ അലീനെ ഇപ്പൊ രക്ഷിക്കേണ്ട കടമ ബാലേന്ദ്രനെയാണ്. ഈ സമയത്ത് ഇങ്ങനെ ഒരു നാളെ കളിച്ചിട്ടുണ്ടെങ്കിൽ എന്താ വേണ്ടതെന്ന് ബാലേന്ദ്രൻ അറിയായിരുന്നു. ബാലേന്ദ്രൻ നേരെ മനുവിന്റെ അടുത്തേക്ക് വന്നു. മനുവിന്റെ അടുത്തേന്ന് മനുവിനോട് കാര്യങ്ങൾ പറയണം. മനു പറഞ്ഞൊരു കാര്യം ചെയ്യാം, അങ്കിൾ ഇവിടെ നിന്നോ, ഞാൻ അലീനയുടെ അടുത്ത് പോയിക്കോളാം, അവളെ പോയി ഞാൻ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വന്നോളാന്ന് പറയണം. ഇത് കേട്ടുകഴിഞ്ഞപ്പോൾ ബാലേന്ദ്രൻ ശരിയെന്ന് പറഞ്ഞു. അങ്ങനെ മനുശങ്കർ അലീനയെ കൂട്ടിക്കൊണ്ട് വരാനായിട്ട് വരുന്നുണ്ട്. കാരണം സ്വന്തം അമ്മയാണ്. അമ്മയെ കാണാനായിട്ട് അവൾക്കും ആഗ്രഹം കാണും. ആരൊക്കെ എന്തൊക്കെ പറഞ്ഞു പറഞ്ഞാലും ബാലേന്ദ്രന്റെ മോളെന്ന് പറഞ്ഞാലും സത്യാവസ്ഥ അതൊന്നും അല്ലല്ലോ. അങ്ങനെ മനുശങ്കർ കടപ്പാട്ട് വീട്ടിലേക്ക് വരുവാണ്. അവിടെ പ്രശ്നങ്ങൾ വലിയ രൂക്ഷമായിട്ട് ഇരിക്കുവാണല്ലോ. അലീനയെ പിടിച്ചിറക്കി വിടാൻ നിൽക്കുമല്ലേ അവര്. അപ്പൊ രക്ഷിക്കാനായിട്ട് മനുശങ്കറും വരുന്നുണ്ട്. ഇനി ഒരു കാരണവശാലും അവിടെ നിന്ന് അലീനയെ പിടിച്ചെടുക്കാൻ പറ്റില്ല. അത് മാത്രമല്ല, ഇനിയിപ്പം അലീനയായിരിക്കും വൈജയന്തിയെ ശുശ്രൂഷിക്കാനായിട്ട് വരുന്നേ, വൈജയന്തിയുടെ കാര്യങ്ങളൊക്കെ നോക്കുന്നേ. ഇനിയിപ്പോൾ വൈജയന്തി എന്ത് വേണ്ടെന്ന് പറഞ്ഞാലും ഒരു സഹായം കൂടിയേ തീരുള്ളൂ. അതിപ്പോൾ കൊല്ലപ്പള്ളിയിൽ നിന്ന് കമലവും നിൽക്കില്ല, കൃഷ്ണയ്ക്കോ ബബിതയ്ക്കോ നിൽക്കാൻ പറ്റില്ല. അവർക്ക് സ്കൂളിലൊക്കെ പോകണമല്ലോ. പിന്നെ അലീന മാത്രമല്ലേ ഉള്ളൂ. അലീനയായിരിക്കും നോക്കുന്നേ. ഒടുവിൽ അലീനയുടെ കാൽച്ചോട്ടിലേക്ക് വൈജയന്തി വരുന്നുണ്ട്. ബാലേന്ദ്രനും വെറുതെ ഇരിക്കില്ല. ഇപ്പൊ അലീനയെ പിടിച്ച് പുറത്താക്കാൻ അവർ ശ്രമിച്ചാൽ നല്ല പണി തന്നെ കൊടുക്കുക തന്നെ ചെയ്യും. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് നമ്മൾ കാണാൻ പോകുന്നത്. നമ്മൾ ഓരോ ദിവസം നല്ല ഉദ്യോഗ നിമിഷമായ
മുഹൂർത്തങ്ങളോടെയാണ് കടന്നു വന്നത്. അപ്പോൾ ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.